നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. ചിതറ കിഴക്കും ഭാഗം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൗഹൃദം ഫാമിലി കൂട്ടായ്മയുടെ 24ാമത് വാർഷികം കിഴക്കും ഭാഗത്ത് വെച്ച് നടന്നു. ഇതിനോടകം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സഹായവും ഈ കൂട്ടായ്മ നടത്തിവരുന്നു. 25ാമത് വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ കൂട്ടായ്മയിൽ തീരുമാനമായി. കഴിഞ്ഞ 24 വർഷമായി ചിതറ കിഴക്കുംഭാഗത്ത് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് സൗഹൃദം ഫാമിലി ട്രസ്റ്റ്. 15 അംഗങ്ങൾ തുടങ്ങിയ ട്രസ്റ്റ് ഇപ്പോൾ ഭാര്യമാർ, മക്കൾ, മരുമക്കൾ അങ്ങനെ വിപുലമായിരിക്കുകയാണ്. ഇതിനോടകം എണ്ണമറ്റ ചാരിറ്റി പ്രവർത്തനവും നിർധനർക്കുള്ള വിദ്യാഭ്യാസ സഹായവും നൽകുകയുണ്ടായി. നിരവധി സർക്കാർ ജീവനക്കാരും മറ്റ് ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം സൗഹൃദം ഫാമിലി ട്രസ്റ്റിന്റെ 24ാമത് വാർഷികാഘോഷം കൂടുകയുണ്ടായി. കുട്ടികളായിരുന്ന ഇതിലെ അംഗങ്ങളുടെ മക്കൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളും സജീവ പ്രവർത്തകരുമാണ്. 25ാമത് വാർഷികം വളരെ വിപുലമായി ആഘോഷിക്കുവാനുള്ള തീരുമാനം ഈ കൂട്ടായ്മ എടുത്തിരിക്കുകയാണ്. മുൻവാർഷിക സമ്മേളനങ്ങൾ എല്ലാം തന്നെ നമ്മൾ വളരെ ഭംഗിയായി ഒരുപാട് പേരുടെ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ പല നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ വെച്ച് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ ഒരു വാർഷിക സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു എല്ലാ കാരണമെന്ന് പറയുന്നത് സൗഹൃദം ഫാമിലി ട്രസ്റ്റ് എന്ന സംഘടനാ രൂപത്തിന്റെ 24 വർഷം തികഞ്ഞ ഒരു വാർഷികം ആഘോഷിക്കുന്ന വേദിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയാൻ അറിഞ്ഞതൊന്നുമല്ല. ആക്ച്വലി സൗഹൃദ ഫാമിലി ട്രസ്റ്റ് ആദ്യകാര്യമായിട്ട് ഇതിനെ പറ്റി അറിയില്ല, അതുകൊണ്ട് തന്നെയാണ്. എന്നിരുന്നാലും ഈ കൂട്ടായ്മ നിലനിൽക്കട്ടെ. എല്ലാവിധ നല്ല നടത്തിപ്പിനും എന്റെ എല്ലാവിധ ആശംസകളും. ഓക്കെ, ബൈ ബൈ ബൈ. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. ചില കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമുക്ക് ആള് ശലം കുറവാണ്. എന്നിരുന്നാലും നേരത്തെ ഉള്ളവർ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഉയരുള്ളിടത്തോളം കാലം ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു അപരിചിതനായി വന്ന ഒരു യാത്രയിൽ കുറെ എതിർപ്പുകൾ നേരിട്ട് ഒരു യാത്രയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. 24ാമത് വാർഷികാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊന്ന് കഴിഞ്ഞ കൊല്ലം ഇതിനേക്കാൾ പ്രൗഢഗംഭീരമായ ആഘോഷമാണ് വാർഷികമാണ് നടന്നത്. അപ്പൊ അത് അസൗകര്യം എന്ന് പറയുന്നത് പ്രസിഡന്റ് കുടുംബപരമായി ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അവരുടെ മരുമക്കൾ സാധാരണ പങ്കെടുക്കുന്നതാണ്. അവർക്ക് അസൗകര്യം കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. വേണുവിനുമാരുടെ ഈ ട്രസ്റ്റ് സഹായിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എന്തെല്ലാം അസൗകര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. എല്ലാവരും കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ 2001 രൂപയ്ക്ക് മുൻപുണ്ടായ സാഹചര്യം അത് ഒരുപക്ഷെ ഉപയോഗിക്കുന്ന നമ്മുടെ വനിതാമുഖർക്ക് കഴിയാൻ പറ്റില്ല. രാവിലെ മുന്നേ ഒരു സംഗതി മനോഹരമായിട്ട് സുരാഗ് അവതരിപ്പിച്ചു. എങ്ങനെ സൗഹൃദ ഫാമിലി ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് പ്രസന്നൻ നായർ എന്നാണ്. സൗഹൃദ ഫാമിലി ട്രസ്റ്റ് 2001 ആരംഭിച്ച ഒരു സംഘടനയാണ്. അതായത് ഒരുമിച്ച് പഠിക്കുകയും ബാല്യകാല സുഹൃത്തുക്കളായിരിക്കുകയും ചെയ്ത 15 പേർ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് നമ്മളെ സൗഹൃദ ഫാമിലി ട്രസ്റ്റ്. തുടർന്ന് ഈ ട്രസ്റ്റ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ട്രസ്റ്റ് വിപുലീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ 2001 ആരംഭിച്ച ട്രസ്റ്റ് 2024 എത്തി നിൽക്കുമ്പോൾ
വളരെ ഇതുവരെയും യാതൊരു കോട്ടങ്ങളും കൂടാതെ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ ഈ സൗഹൃദം, അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് നമ്മുടെ ട്രസ്റ്റ്. സൗഹൃദത്തിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും എല്ലാ അംഗങ്ങൾക്കും പരസ്പരം അറിയാവുന്നവരാണ് അവർ. പരസ്പരം അറിയാവുന്നവരും പരസ്പരം മനസ്സിലാക്കുന്നവരും, അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൽ ഓടിയെത്തി സഹായിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ സംഘടന ആയതുകൊണ്ട് തന്നെ ഈ ട്രസ്റ്റ് അന്ന് മുതൽ ഇന്ന് വരെ വളരെ ഭംഗിയായി പ്രവർത്തിച്ചു വരും. കൂടാതെ തന്നെ 2001 ഔദ്യോഗികമായി ആരംഭിച്ച ഒരു ട്രസ്റ്റ് എന്ന നിലയ്ക്ക് രജിസ്റ്റർ ചെയ്ത് ഔദ്യോഗികമായി ആരംഭിച്ച ഈ ഫാമിലി ട്രസ്റ്റ് 15 സുഹൃത്തുക്കളും അവരുടെ ഭാര്യമാരും മക്കളും ചേർന്ന് ഒരു വലിയ വിഭാഗമായി ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് നിലകൊണ്ടുവരികയാണ്. കിഴക്കമ്പാകം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ട്രസ്റ്റ് ഭാവിയിൽ 25ാം വാർഷികവുമായി അനുബന്ധിച്ച് നിരവധി അല്ലെങ്കിൽ തുടർന്നുള്ള കാലങ്ങളിൽ വളരെ സജീവമായി കിഴക്കമ്പാകം അല്ലെങ്കിൽ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുമേഖലയിൽ വളരെ സജീവമായി ഇടപെടത്തക്ക തരത്തിൽ തന്നെയാണ് പരിപാടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ട്രസ്റ്റ് നിരവധിയായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാക്കുവാൻ വേണ്ടുന്ന സഹായങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ ഞങ്ങൾ പലതരത്തിലുള്ള പരിപാടികൾ ആലോചിച്ച് നടപ്പിലാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവുള്ള സാമ്പത്തികമായി ശേഷിയില്ലാത്ത നിരവധി വിദ്യാർത്ഥികളെ ട്രസ്റ്റ് ഏറ്റെടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ഉന്നതങ്ങളായ നിലകളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ട്രസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി, ഞങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ പലപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും മറ്റ് ആളുകളുടെ മുന്നിൽ ഒരു പ്രദർശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിൽ ഉപരി ഒരു കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം മറുകൈ അറിയരുത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഈ അംഗങ്ങൾ, ഈ 15 പേർ ചേർന്ന് മറ്റ് സഹായങ്ങളൊന്നും തേടാതെ തന്നെ നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വാർഷിക മീറ്റിംഗുകൾ നടത്തിക്കൊണ്ട്, കൃത്യമായ മാസ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട്, നിശ്ചിതമായ ഒരു മാസവരി സ്വീകരിച്ചുകൊണ്ട് വളരെ സജീവമായി നടത്തുന്നൊരു പ്രസ്ഥാനമാണിത്. അപ്പോൾ ഈ വരും കാലങ്ങളിൽ 25 വർഷം തികയുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സജീവമായി ഇനി ഒരുപാട് മുന്നേറ്റങ്ങളിലേക്ക് നടത്തേണ്ടുന്ന ഒരു ട്രസ്റ്റാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ അംഗങ്ങളിൽ പലരും സർക്കാർ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അവരെല്ലാം ഇപ്പോൾ റിട്ടയർ ചെയ്ത് വളരെ സമാധാനപരമായ കുടുംബജീവിതം നയിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് തന്നെയാണ് വരുന്നത്.